അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം എല്ലാ രാജ്യങ്ങൾക്കുമെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമെന്ന് ഇറാൻ. ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്ന് മുസ്തഫ ഖമനേയി. ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധത്തിന്റെ വിശദാംശങ്ങൾ നാളെ പ്രഖ്യാപിച്ചേക്കും. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം എല്ലാ രാജ്യങ്ങൾക്കുമെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമെന്ന് ഇറാൻ വ്യക്തമാക്കി. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. അമേരിക്കയുടെ ഉപരോധങ്ങളിൽ പങ്കുചേരുന്ന രാജ്യങ്ങളെ ശത്രുവായി കണ്ട് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധത്തിന്റെ വിശദാംശങ്ങൾ നാളെ പ്രഖ്യാപിച്ചേക്കും. ഇറാന് ഏതെങ്കിലും തരത്തിൽ സഹായം നൽകുന്ന രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധത്തിന് സമ്മർദ്ദം ചെലുത്തിയത് ഇസ്രായേൽ ആണെന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഉപരോധത്തെ പിന്തുണച്ചാൽ ഹോർമൂസിലൂടെ ഒരു എണ്ണക്കപ്പലും കടന്നുപോകില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയുടെ ഉപരോധ നീക്കം ഏറ്റവുമധികം ബാധിക്കുന്നത് ചൈനയെയാണ്. ഇറാൻ എണ്ണയുടെ വലിയൊരു ഭാഗം വാങ്ങുന്നത് ചൈനയാണ്. ഈ സാഹചര്യത്തിൽ ചൈന എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. US നീക്കം പ്രശ്നപരിഹാരത്തിന് സഹായിക്കില്ല എന്ന് ചൈനയുടെ വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു. ട്രംപിന്റെ പ്രഖ്യാപനം ചൈനയെ ലക്ഷ്യമിട്ടാണെന്നും ചൈനയെ സാരമായി ബാധിക്കുമെന്നുമുള്ള വിശകലനങ്ങൾ വരുന്നതിനിടെയാണ് ചൈനയുടെ പ്രതികരണം. 2025 കണക്കുകൾ പ്രകാരം കടൽമാർഗം കയറ്റുമതി ചെയ്യുന്ന ഇറാനിയൻ എണ്ണയുടെ 80% വാങ്ങുന്നത് ചൈനയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ചൈനീസ് ബാങ്കുകളും ഉപരോധം നേരിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ചൈനയുടെ ഭാഗത്തു നിന്നും തിരിച്ചടിക്ക് കാരണമായേക്കാം. സംഘർഷം ഒഴിവാക്കുന്നതിനായി ഈജിപ്ത്, ഒമാൻ തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകളും സമാധാന ശ്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.